എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു സംശയമാണ്, ഏത് റിസൾട്ട് ആയിരിക്കും ആദ്യം വരിക? 1, 3, 5 ഓൾ സെമസ്റ്റർ പരീക്ഷകളാണ്. അതിൻ്റെ റിസൾട്ടിൽ ഏതായിരിക്കും ആദ്യം വരിക എന്നിങ്ങനെയുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമായി ചോദിക്കുന്നൊരു ചോദ്യമാണ്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വിടിരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 1, 5 സെമസ്റ്ററുകൾ 1, 3, 5 സെമസ്റ്ററുകളുടെ പരീക്ഷകളിൽ ഏതിൻ്റെ റിസൾട്ട് ആയിരിക്കും ആദ്യം വരിക എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതലായി ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അതുമാത്രമല്ല ഈ 1, 5 സെമസ്റ്ററുകളിൽ 1, 3, 5 സെമസ്റ്ററുകൾ ഏതായിരിക്കും ആദ്യം വരിക എന്നും കൂടുതലായി വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് 1ാം സെമസ്റ്റർ റിസൾട്ട് ആയിരിക്കും ഏതാണ്ട് ആദ്യം വരിക. കാരണം പരീക്ഷകൾ 1ാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷൻ ക്യാമ്പ് എന്ന് പറയുവാണെങ്കിൽ തുടങ്ങിയിട്ടുണ്ട്. 5ാം സെമസ്റ്റർ പരീക്ഷയുടെ വാല്യുവേഷൻ തിങ്കളാഴ്ച മാത്രമാണ് ആരംഭിക്കുക. 16ാം തീയതിയോടാണ് ആരംഭിക്കുക. ഇതിനിടയ്ക്കാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 1ാം സെമസ്റ്റർ എന്ത് ചെയ്തത്? ഹിസ്റ്ററി മൈനർ 2ൻ്റെ ഹിസ്റ്ററി, ജെൻഡർ ഹിസ്റ്ററി എന്ന പേപ്പറിൻ്റെ പരീക്ഷ റദ്ദാക്കിയത്. ആ പരീക്ഷ നടക്കുന്നതും എന്തു തന്നെയാണ്? 16ാം തീയതി തിങ്കളാഴ്ച തന്നെയാണ്. അപ്പോൾ 1ാം സെമസ്റ്ററിൻ്റെ റിസൾട്ട് ഇതിന് ശേഷമായിരിക്കും എന്തായാലും വരിക. അപ്പം ആ റദ്ദാക്കിയ പരീക്ഷ എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് നടത്തണം. മൈനർ 2ൻ്റെ ജെൻഡർ ഹിസ്റ്ററി എന്ന പേപ്പർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റദ്ദാക്കിയിരുന്നു പരീക്ഷ. അതിൻ്റെ പരീക്ഷയും തിങ്കളാഴ്ച ആരംഭിക്കും. 5ാം സെമസ്റ്റർ പരീക്ഷ തിങ്കളാഴ്ച നടക്കും. 5ാം സെമസ്റ്റർ അല്ല, ആ റദ്ദാക്കിയ പരീക്ഷയും തിങ്കളാഴ്ച നടക്കും. 5ാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷൻ ക്യാമ്പും തിങ്കളാഴ്ച തന്നെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ എന്നാൽ പോലും ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള റിസൾട്ട് എന്ന് പറഞ്ഞത് 1ാം സെമസ്റ്ററിൻ്റെ തന്നെയായിരിക്കും. കാരണം വാല്യുവേഷൻ ക്യാമ്പുകളൊക്കെ ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. എന്നാൽ പോലും വാല്യുവേഷൻ ക്യാമ്പ് സ്റ്റാർട്ടഡ് ആണ്. ഇനി ആ ഒരു പരീക്ഷ റദ്ദാക്കിയെന്ന് വെച്ച് വലിയ പ്രശ്നമൊന്നും വരുന്നുമില്ല. കാരണം വെച്ചാൽ ആ ഒരു പരീക്ഷയുടെ പേപ്പർ മാത്രം നോക്കിയാൽ മതി. ആ ഒരു പേപ്പർ ജെൻഡർ ഹിസ്റ്ററി എടുത്തവരുടെ മാത്രമായിട്ടേ നോക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നമില്ല. എന്നാൽ പോലും ഇനിയിപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യം, റിസൾട്ട് എപ്പോഴേക്കും കൃത്യമായിട്ട് വരാൻ സാധിക്കുന്നു? എപ്പോഴായിരിക്കും കൃത്യമായിട്ട് റിസൾട്ട് വരുന്നൊരു ഡേറ്റ് എന്ന് പറഞ്ഞത്? അപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് ഡിസംബർ 13 വെള്ളിയാഴ്ചയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ 1ഉം 5ഉം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ 1, 5 സെമസ്റ്ററുകളുടെ റിസൾട്ട് ഈ ഡിസംബർ മാസത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. പക്ഷേ 10 ദിവസത്തെ ക്രിസ്മസ് അവധി വരുന്നത് കൊണ്ട് ഇതിൽ മാറ്റം ഉണ്ടാകുമോ എന്നറിയത്തില്ല. അതെന്നാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. കാരണം 1ാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 1ാം സെമസ്റ്ററിൻ്റെ റദ്ദാക്കിയ പരീക്ഷ തിങ്കളാഴ്ച നടക്കും. ചൊവ്വാഴ്ച ബുധനാഴ്ച ഒക്കെ ആയിട്ട് അതിൻ്റെ വാല്യുവേഷൻ തീർക്കാം. ഇനിയിപ്പോൾ ക്രിസ്മസ് അവധിക്കിടയിൽ റിസൾട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് സർവകലാശാലയുടെ ഇഷ്ടമായിരിക്കും. ക്രിസ്മസ് അവധി ഈ 20ാം തീയതി തൊട്ട് 31ാം തീയതി വരെ കോളേജുകളൊക്കെ അടച്ചിടുകയാണ്. ക്രിസ്മസ് അവധി വരികയാണ്. ആ സമയങ്ങളിൽ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. എന്നാൽ പോലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഡിസംബറിൽ തന്നെ റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്. എങ്ങനെ പോയാലും വിദ്യാർത്ഥികൾക്ക് ഒരു ജനുവരിയോടെ റിസൾട്ട് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു 90% ഞാൻ പറഞ്ഞു, ഒരു 90% പ്രെഡിക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നു, 1ാം സെമസ്റ്റർ പരീക്ഷയുടെ ഫലമായിരിക്കും ആദ്യം പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം 5, പിന്നീട് 3. എന്തായാലും അങ്ങനെ തന്നെയായിരിക്കും വരിക. എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഒരു ജനുവരിയോടെ തന്നെ 1ാം സെമസ്റ്റർ റിസൾട്ട് മാക്സിമം പ്രതീക്ഷിക്കാം. കാരണം യൂണിവേഴ്സിറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ ഡിസംബറിൽ തന്നെ പബ്ലിഷ് ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം പോയാൽ ജനുവരി ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. അപ്പോൾ ബൈ.